നമസ്കാരം. എല്ലാ ചാനലുകളും ഇന്നലെ എക്സിറ്റ് പോളുകളുടെ റിസൾട്ടുകൾ പുറത്തുവിട്ടു. അക്കൂട്ടത്തിൽ ചാണക്യ വിടെ ഒരു എക്സിറ്റ് പോളും പുറത്തു വന്നു. അതിനകത്ത് അവർ കുറെ കൂടി ആധികാരികമായി ജാതി സമവാക്യങ്ങൾ പറയുന്നുണ്ട്. നായർ വോട്ടിത്ര, ഈഴ വോട്ടിത്ര, പട്ടികജാതി, ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അതെല്ലാ മുഖ്യധാര ചാനലുകളിലും വന്നതാണ്, വാർത്തയാണ്. നമ്മളും സുഭാഷിതത്തിൽ അതനുസരിച്ചൊരു വീഡിയോ ചെയ്തു. നായർ വോട്ടിൽ നല്ലൊരു ശതമാനം ബി ജെ പിക്ക് കിട്ടി, ബ്രാഹ്മണ വോട്ട് അതുപോലത്തെ കാര്യങ്ങളെല്ലാം ബി ജെ പിക്കാണ്, ഈഴ വോട്ടിൽ ഷിഫ്റ്റ് ഉണ്ടായി, ഇങ്ങനെ പട്ടികജാതി ഇങ്ങനെ എല്ലാം കറഞ്ഞു. മുസ്ലിം വോട്ടിൽ കൺസോൾട്ടേഷൻ ഉണ്ടായി, ക്രിസ്ത്യൻ വോട്ടിൽ കൺസോൾട്ടേഷൻ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉയർന്നു. എനിക്ക് ഇന്നലെ ചിലർ മെസ്സേജ് അയച്ചു, അതെങ്ങനെയാണ് ജാതി നോക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നവരുടെ ജാതി എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, സർവേ നടത്തുന്നത്, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകളുടെ സർവേ നടത്തുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഏത് ജാതിയാണ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മാനുവൽ സർവേയുടെ സാധ്യത വളരെ വലുതാണ്. രണ്ടാമത്തെ പ്രധാന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുകയും അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാജു രവീന്ദ്രൻ്റെ ഒരു എക്സിറ്റ് പോള്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ആധാരമാക്കി സംസാരിക്കുന്നത്. വിയർപ്പ് മണത്തറിയുന്ന ലേസർ ഇൻഫ്രാസ്മിയും പൂർവികരത്തിരെയുന്ന നിർമ്മിത ബുദ്ധിയും. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് പോളുകളുടെ പൂരമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൽ തന്നെ ടുഡേസ് ചാണക്യയുടെ ഒരു പ്രവചനം കേട്ട് കേരളത്തിലെ വോട്ടർമാർ ഞെട്ടിയിരിക്കുകയാണ്. ടുഡേസ് ചാണക്യാണ് ഒരു അവസാനം അങ്ങനെ ഒരു പ്രവചനം കൊണ്ടുവന്നത്. നായർ വോട്ട് ബി ജെ പിക്കെന്നും ഈഴ വോട്ട് എൽ ഡി എഫിന്, മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് യു ഡി എഫിന്, വോട്ട് രഹസ്യമായിട്ടല്ലേ ചെയ്യുന്നത്, പിന്നെ വോട്ട് ചെയ്തവൻ്റെ നെറ്റിയിൽ ജാതിയും മതവും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് ഇതാ ആ ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തുവിടുന്നു. ഇതാണ് ആ സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനാണ്. ഞാൻ പറഞ്ഞ 2 വേർഷനും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വേർഷനാണ്. ചാണക്യ ലാബ് വികസിപ്പിച്ചെടുത്ത ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ സിനിമകളെപ്പോലെ നാണിപ്പിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ടെക്നോളജിയാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിൻ്റെ പേരാണ് ലേസർ ഇൻഫ്രാസ്മി. വോട്ട് ചെയ്ത് വലിയ ആവേശത്തിൽ പുറത്തിറങ്ങുന്ന വോട്ടർമാർ അറിയുന്നില്ല, ചാണക്യയുടെ റിപ്പോർട്ടർമാർ അവർക്ക് നേരെ ഈ ലേസർ ഇൻഫ്രാസ്മി പ്രയോഗിക്കുന്നുണ്ടെന്ന്. വോട്ടറുടെ ശരീരത്തിലൂടെ ഈ രഹസ്യ ലേസർ കടന്നു പോകും. ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉണ്ടാകില്ല. ഈ ലേസർ ശേഖരിക്കുന്ന ഡേറ്റ നേരെ പോകുന്നത് ആ ചാണക്യ ലാബിലെ അത്യാധുനിക AI അൽഗോരിതത്തിലേക്കാണ്, നിർമ്മിത ബുദ്ധിയുടെ അൽഗോരിതത്തിലേക്കാണ്. പിന്നെ അവിടെ നടക്കുന്നതൊരു ഒന്നൊന്നര ഗവേഷണമാണ്. സെക്കൻഡുകൾക്കുള്ളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വോട്ടറുടെ കൃത്യം 1 നൂറ്റാണ്ട് മുമ്പുള്ള പൂർവികരുടെ ചിത്രം ജനറേറ്റ് ചെയ്യും. ആ അപ്പൂപ്പനോ അമ്മൂമ്മയോ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം ഏതാണ്, കാതിൽ കടുക്കനോ കഴുത്തിൽ പ്രത്യേകതരം ആഭരണങ്ങളോ ഉണ്ടോ എന്നിങ്ങനെ അടിമുടി ഒരു സ്കാനിങ് ഉണ്ട്. അതുകൊണ്ട് തീർന്നില്ല. 1 നൂറ്റാണ്ട് മുമ്പ് ആ പൂർവ്വൻ കഴിച്ച പഴയ കഞ്ഞിയുടെയും പപ്പടത്തിൻ്റെയും അല്ലെങ്കിൽ മീൻകറിയുടെയും പോത്തിൻ്റെയും അവശിഷ്ടങ്ങൾ വരെ ഈ അത്ഭുത AI കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും രസകരമായ എന്താണെന്ന് വെച്ചാൽ 100 വർഷം മുമ്പുള്ള പൂർവ്വൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം വരെ ഈ നിർമ്മിത ബുദ്ധി മണത്തറിയും അത്രേ. ഈ ഒത്തിരി ഇത്തിരി മീൻ മണമുണ്ട്, അപ്പോൾ കക്ഷി ഇന്ന ജാതി, അല്ലെങ്കിൽ ആഹാ നല്ല പപ്പടം കാച്ചിയ മണം, അപ്പോൾ വേറെ ജാതി എന്നിങ്ങനെ AIക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇതുകൂടാതെ വോട്ടറുടെ പിതാവ് മേൽജാതിയിലുള്ള ആളാണോ, പൂർവികരുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമാണോ, ഏതെങ്കിലും ഭാഗം വെച്ച് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള അതിസൂക്ഷ്മമായ വിവരങ്ങൾ കൂടി വിശകലനം ചെയ്താണ് വോട്ടറുടെ കൃത്യമായ ജാതിയും മതവും ഈ നിർമ്മിത ബുദ്ധി ഒപ്പിയെടുക്കുന്നത്. ഇത്രയും വിവരങ്ങൾ വെച്ച് വോട്ടർ ഏത് പാർട്ടിയെ കുത്തിയെന്ന് കണ്ടുപിടിക്കാൻ ചാണക്യന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ചാണക്യ ലാബിന് ഇതിനോടകം പേറ്റന്റ് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും 21ാം നൂറ്റാണ്ടിൽ ആളുകൾ ചൊവ്വയിൽ വസിക്കാൻ പോകുന്ന കാലത്തും വോട്ടർമാരുടെ അവരുടെ മുത്തച്ഛന്മാർ വിയർപ്പിൻ്റെ മണവും 100 വർഷം പഴക്കവുമുള്ള വസ്ത്രവും നോക്കി ജാതി തിരിക്കുന്ന ടെക്നോളജിയുടെ അപാരം തന്നെ. വരും കാലങ്ങളിൽ എക്സിറ്റ് പോളിനോടൊപ്പം വോട്ടർമാരുടെ പൂർവികരുടെ ജാതകം കൂടി ചാണക്യ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനാധിപത്യം നീണാൾ വാഴട്ടെ. അതിലാർ പൂർവികരുടെ വിയർപ്പ് മണക്കുന്ന ചാണക്യൻ്റെ ലേസറും നിർമ്മിത ബുദ്ധിയും വാഴട്ടെ. എന്തൊരു പുരോഗതി! ഇതാണ് സജു രവീന്ദ്രൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. നിർമ്മിത ബുദ്ധിയുടെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ AI നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ChatGPT പലതും ചോദിക്കാറുണ്ട്. ChatGPT പല കാര്യങ്ങളും വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ചോദിക്കുന്ന അതേ വേഗതയിൽ നമുക്ക് പറയാം. പലതിലും തെറ്റുകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചോദിച്ചാൽ അത് കണക്ട് ചെയ്ത് തരുന്നതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ കാരണം അതൊരു ഡേറ്റ ജനറേഷൻ സംവിധാനമാണല്ലോ. എങ്കിൽ പോലും ഇങ്ങനെയും കേൾക്കുന്നു. ഇത് ഒരു കൗതുകത്തിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്.
ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഇത് ചോദിക്കുന്നതും രീതിയുമുണ്ട്. മാനുവലായി തന്നെ ആളുകളോട് സർവേ നടത്തുമ്പോൾ അവരുടെ നിങ്ങളുടെ ജാതി എന്ത് എന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരും, മതവിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ വരും, ജാതിയുടെ വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ വരും എന്നൊക്കെ. അല്ല, നിങ്ങളുടെ ജാതി എന്തെന്ന് ഒരാളിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരും. പക്ഷേ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈഴവ വിഭാഗമാണ്, ഞങ്ങൾ നായർ വിഭാഗമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ആണ്, ജാതിയൊന്നുമില്ല പക്ഷേ ജനിച്ചത് ഇന്ന വിഭാഗത്തിലാണെന്നൊക്കെ വളരെ സൗമ്യമായ ആളുകൾ പറയും. ജനനം കൊണ്ട് ഞാനിതാണ്, പക്ഷേ എനിക്ക് ജാതിയില്ല, അല്ലെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ആളുകൾ പറയും. അപ്പോൾ ഇത് വളരെ കൃത്യമായി എടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിനകത്ത് വരുന്നു. ഒരാളിൻ്റെ ശരീരത്തിലെ ഒരു ലേസർ കടത്തിവിട്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രകാശം പോയാൽ, ശരീരത്തിലേക്ക് ഒരു പ്രകാശം പോയാൽ ആ പ്രകാശത്തിൻ്റെ സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പം ഇത് നമുക്ക് അവിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എക്സ്റേ എടുക്കുന്നതിന് മുമ്പ്, എക്സ്റേ വരുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും ഒരു ഫോട്ടോയിലൂടെ, എക്സ്റേയിലൂടെ പുറത്തു വരുമെന്ന്? ഫോട്ടോസ്റ്റാറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നോ ഇങ്ങനെ കൃത്യമായി ഫോട്ടോ എടുക്കാൻ പറ്റും, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇങ്ങനെ ഒരു മിഷ്യൻ വരും എന്ന്, സ്കാൻ ചെയ്ത് പോകുമെന്ന്? സ്കാനർ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ, വളരെ കൃത്യമായി. അതുപോലെ തന്നെ MRI സ്കാനും CT സ്കാനൊക്കെ വന്നപ്പോൾ വളരെ കൃത്യമായി മനുഷ്യ ശരീരം, ഒരു ലേസറല്ലേ പോകുന്നത്, ഒരു പ്രകാശമാണല്ലോ പോകുന്നത്, ആ പ്രകാശത്തിൻ്റെ സഹായത്താൽ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും വളരെ കൃത്യമായി മൈക്രോ ലെവലിൽ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചും MRI സ്കാനിൻ്റെയും CT സ്കാനിൻ്റെയും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സംവിധാനത്തിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബോർഡിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അറിയാൻ പറ്റും. അപ്പോൾ അത്ര അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള കാലത്ത് മനുഷ്യൻ്റെ സ്വഭാവം പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന പുതിയ രൂപത്തിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സാങ്കേതിക വിദ്യകൾ വല്ലാതെ വരുമ്പോൾ അത് പലരും പ്രയോഗിക്കും. അപ്പോൾ അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും കേരളത്തിൽ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ ജാതിയുടെയും മതത്തിൽ അല്ലാതെ പറയും, വോട്ടുമാരുടെ ഷെയർ കിട്ടിയെന്ന് പറഞ്ഞൊരു കോമൺ സെൻസ് വെച്ച് പറയുന്ന രീതികളുണ്ട്. ഇപ്രാവശ്യത്തെ കൺസോൾട്ടേഷൻ നടന്നു, മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു, അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ ഏരിയയിൽ എത്ര സീറ്റ്, മുസ്ലിം ഏരിയയിൽ മുസ്ലിം വോട്ടുകൾ മുസ്ലിം സീറ്റുകളെല്ലാം ജയിക്കണേ പറയാം, അവിടെ അങ്ങനെ കൺസോൾട്ടേഷൻ നടന്നു. ഈഴവർ ഒരുപാട് പേര് ജയിക്കണം പറയും, ഈഴവ അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പറയും. പക്ഷെ അല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരു കൺസോൾട്ടേഷൻ്റെ കഥ കൊണ്ടുവരുന്നത് കേൾക്കാൻ വളരെ കൗതുകമുണ്ട്.